പോരാട്ടയിലേക്ക് കലയുടെ മേളപ്പെരുക്കം കൊണ്ട് മുഖരിതമായ തേക്കിൻകാട് മൈതാനിയിലെ കലോത്സവ വേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നാട്ടുകാരെ, മാന്യമഹാജനങ്ങളെ, തൃശ്ശൂരിലേക്ക് സകല കലകളുടെ മഹോത്സവത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളപ്പെരുക്കത്തിന്റെ രണ്ടാമത്തെ പകലും ഇത് അസ്തമിക്കുകയാണ്. രണ്ടാമത്തെ പകലുണ്ടല്ലോ, സൂചി കുത്താനിടയില്ലാത്ത വിധം ആളുകൾ ഇങ്ങനെ ഒഴുകി അവിസ്മരണീയമായ ഒരു കലാപകൽ എന്ന് വെച്ചാൽ കല ഇങ്ങനെ നിറഞ്ഞൊഴുകിയ ആൾക്കൂട്ടം, ആളാരവം നിറഞ്ഞൊഴുകിയ തൃശ്ശൂർ ഇങ്ങനെ തേക്കിൻകാട് മൈതാനിയിലൂടെ പരന്നൊഴുകിയ ഒരു പകൽ അസ്തമിക്കുമ്പോൾ ശരിക്കും ദുഃഖമുണ്ട്, സങ്കടമൊക്കെ ഉണ്ട്. കാരണം കുറേ കലകൾ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന് ഇതിലും മനോഹരമായിട്ട് ഈ കലാകാരന്മാരോട് ചെയ്യാൻ പറ്റുന്ന നീതിയില്ല. കാരണം അത്രയധികം അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് ഒരാളായി കൂടെ നിന്ന് കൈയടിക്കാനും കണ്ണ് നിറയാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തുന്നത്. തൃശ്ശൂരിന് എന്തെല്ലാം നിറങ്ങളാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. തൃശ്ശൂരിന് എന്തെല്ലാം ഭാവങ്ങളാണ് എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ ഉത്തരമില്ല. ആ രീതിയിൽ ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്ത ഒരു തരം ലഹരിയും വികാരവുമാണ് ഇവിടെ ഇങ്ങനെ അനിർവചനീയമായ താളത്തിൽ അങ്ങനെ ഒഴുകി നീങ്ങുന്ന ആളുകളെ കാണുകയാണ്. മത്സരാർത്ഥികളാവട്ടെ, അധ്യാപകരാവട്ടെ, പങ്കെടുക്കാൻ എത്തുന്ന ആളുകളാവട്ടെ, പലരും താളാത്മകമായി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പലരും സ്റ്റേജിലെ താളങ്ങൾക്കനുസരിച്ച് കൈകൊണ്ട്, വിരലുകൾ കൊണ്ട്, കാലുകൾ കൊണ്ട് അങ്ങനെ താളം പിടിച്ചു പോകുന്നത് കാണാനേ 249 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാൻ യു ഇമാജിൻ ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് നമ്മൾ കണ്ടുപോയ എല്ലാ കലാ ഐറ്റങ്ങളും വേദിയിലെത്തുകയാണ്. അതൊക്കെ കാണാനുള്ള ഒരു അസുലഭ അവസരം എല്ലാവർക്കും കൈവരുകയാണ്. അപ്പോൾ അത് തിമിർത്താടുകയും അതങ്ങ് ആഘോഷിക്കുകയും അതങ്ങ് കയ്യിലെടുക്കുകയും ചെയ്യുന്നു. അതിമനോഹരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമുക്ക് വേദികളിൽ നിന്ന് വേദികളിലേക്ക് അങ്ങനെ ഒഴുകി നീങ്ങണം, എന്തൊക്കെ നടക്കുന്നു എന്നറിയണം. അതിനു മുൻപേ ഇവിടെ കലാകാരന്മാർ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. അതാണ്. അപ്പോ വേദികളിലേക്ക് പോയാൽ അതിലും വലിയ പോരാട്ട ചൂടാണ് കാണുന്നത്. പോയിന്റ് ടേബിളിലേക്ക് നോക്കിയാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. തുടക്കത്തിൽ ഇന്നലെയൊക്കെ പോയിന്റ് ടേബിൾ ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോ കണ്ണൂരായിരുന്നു മുന്നിൽ. പക്ഷെ തൃശ്ശൂരിലെ ഗടികൾ ഇങ്ങനെ കേറി വരുന്നുണ്ട്. രണ്ടാമതെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അധികം ദൂരമില്ല. അവർ ഈ തേക്കിൻകാട് മൈതാനിലേക്ക് വന്ന കപ്പ് തിരിച്ചു പോകാൻ സാധ്യത കുറവാണ് എന്ന് പറയാറായിട്ടില്ല. കോഴിക്കോടുണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ, കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂരിന്റെ ആൾക്കാരാവുന്ന സംശയം. നമ്മൾ കോഴിക്കോട് വന്നിട്ട് മറന്നുപോയോ? ഒരു ചില സമയങ്ങൾ കൈവിട്ടു പോകുന്നു. കാരണം തൃശ്ശൂർ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ പോയിന്റ് നില ഇത്രത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയണ്ടേ? ഒന്നറിയണം. ആരാണ് തരുന്നത്? അക്ഷയ. അക്ഷയ ഏത് വേദിയിലാണുള്ളത് എന്ന് ആദ്യം പറയൂ. അവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ പറയൂ. ഒപ്പം ഏത് തരത്തിലൊരു ഫൈറ്റ് ഇപ്പോൾ ആ പോയിന്റ് ടേബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്, അത് നൽകുന്ന സൂചനകൾ എന്താണ്, അതും കൂടി പറയും. സൈഫു ജിൽസി, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സൂര്യകാന്തിയിലാണ്. ഇതാ നോക്കൂ, ഇതാണ് ആ സൂര്യകാന്തി വേദിയുടെ പ്രധാന കവാടം. ആ കവാടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നതാണ് ഒരു മനുഷ്യ കടൽ തന്നെയാണ് ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഇരച്ചെത്തുന്നത് എന്ന് വേണം പറയാൻ. അതായത് സൂചി കുത്താൻ പോലും ഇടമില്ല എന്ന് സൈഫു സൂചിപ്പിച്ചതിനെ അന്വർത്ഥമാക്കുന്ന വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടെ സൂചി കുത്താൻ ഇടമില്ല സൈഫു. അതായത് അത്രയധികം ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ തിരുവാതിരക്കളി മത്സരമാണ്. ഈ വേദിയുടെ കാര്യം മാത്രമല്ല, ഞാൻ നേരത്തെ നാടക മത്സര വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വേദിയിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും സൂചി കുത്താൻ ഇടമില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വിപരീതമായി, അതായത് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഈ സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് വിപരീതമായി ഇന്ന് ഇത്തവണ കലോത്സവത്തിന്റെ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം നടന്നത് ഒരു തുറന്ന വേദിയിലായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളല്ല, കഴിഞ്ഞ തവണയെല്ലാം നടന്നത് ഒരു അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരുന്നു, അടച്ചിട്ട ഓഡിറ്റോറിയങ്ങളിലായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ ഒരു ഓപ്പൺ സ്റ്റേജിലാണ് നാടകം സംഘടിപ്പിച്ചത്. അതിന്റെ എല്ലാ ആൾത്തിരക്കും ആ വേദിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മത്സരനില. മത്സരത്തിലെ ഓരോ ജില്ലകളുടെയും പോയിന്റ് നില എന്ന് പറയുന്നത് 6
കൃത്യം 6 മണിക്ക് നമുക്ക് കിട്ടിയ ഒരു വിവരമനുസരിച്ച് 374 പോയിന്റുമായി കണ്ണൂരായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതായത് കഴിഞ്ഞ തവണ 3-ാം സ്ഥാനം നിലനിർത്തിയ കണ്ണൂരാണ് ഇത്തവണ 2-ാം ദിനത്തിൽ ഈ ദിവസം നിൽക്കുമ്പോൾ ആദ്യ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതായിരുന്നു. 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ 1-ാം സ്ഥാനം നേടിയ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന തൃശ്ശൂരാണ് ആ 2-ാം സ്ഥാനം പങ്കിട്ടത്. അതായത് അവർക്ക് 372 പോയിന്റ് ആയിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് 6 മണിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 3-ാം സ്ഥാനത്തായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സമയം 6:37. ഈ സമയം നമ്മൾ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ 392 പോയിന്റുമായി 1-ാം സ്ഥാനം 2 ജില്ലകൾ പങ്കിടുകയാണ്. അതായത് കോഴിക്കോട്, കഴിഞ്ഞ തവണ കോഴിക്കോടിന്റെ സർവാധിപത്യത്തെ തകർത്തുകൊണ്ടാണ് തൃശൂർ കപ്പ് നേടിയത്. തൃശൂരും പാലക്കാടും കണ്ണൂരും കഴിഞ്ഞായിരുന്നു കോഴിക്കോടിന് സ്ഥാനം. അത്തരത്തിൽ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളിൽ നിന്ന് കപ്പ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് 1 കൊല്ലം സാധിച്ചേക്കും, എന്നാൽ അടുത്ത കൊല്ലം ഞങ്ങളത് തിരിച്ചു പിടിക്കുമെന്ന ആ വെല്ലുവിളി കോഴിക്കോട് ഉയർത്തിയിരിക്കുകയാണ്. 392 പോയിന്റുമായിട്ട് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ 3-ാം സ്ഥാനത്തുള്ള കണ്ണൂരുണ്ട്. മാത്രമല്ല 3-ാം സ്ഥാനത്തുള്ളത് തൃശ്ശൂരാണ്. എന്തും സംഭവിക്കാം. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തുള്ള പാലക്കാടിന് ഇത്തവണ കാണാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ പോയിന്റ് പട്ടികയിലുള്ളത്. എന്തും സംഭവിക്കാം. പോയിന്റ് നിലയിൽ എന്തു മാറ്റവും സംഭവിക്കാം.